ഹലോ, ഇന്ന് കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് ഓർത്തെ. അപ്പോൾ കൊച്ചിന് ഇങ്ങനെ കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം കോളിഫ്ലവർ കണ്ടപ്പോൾ തൊട്ട് അവൻ പറയണം, അമ്മ എനിക്കിത് ഒന്ന് ഫ്രൈ ചെയ്ത് തരാമോ എന്ന് ചോദിക്കുന്നതാണ് കേട്ടോ. അവൻ ഈ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്നില്ലേ, ആ രീതിയിൽ ചെയ്ത് തരാമോ എന്നാണ് കക്ഷി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോൾ സർപ്രൈസ് ആയിട്ട് തന്നേക്കാന്ന് പറഞ്ഞാൽ പുള്ളി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർപ്രൈസ് എന്ന് പറഞ്ഞ പേരോടുകൂടി ഒന്ന് കൊടുക്കുവാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും രാവിലെ അത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം അപ്പോൾ സ്കൂൾ വിട്ട് വരാറായപ്പോഴത്തേനും ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇച്ചിരി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ടൊന്ന് വേവിക്കുമായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വൈകുന്നേരമാണ് ഞാനിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അന്നേരം ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മുളക് പൊടിയാണ് എടുത്തത്. അതാകുമ്പോൾ റെഡ് ചില്ലി, കാശ്മീരി റെഡ് ചില്ലി എടുക്കുകയാണെങ്കിൽ കളറും ഉണ്ടാവും, നമുക്ക് ആവശ്യത്തിന് മാത്രമുള്ള എരിവ് മാത്രമേ കാണുള്ളൂ. അപ്പോൾ കുട്ടികൾക്കൊക്കെ എരിവ് കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനപ്പോൾ അതാണ് കേട്ടോ മുളക് പൊടിയായിട്ട് എടുക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ഇട്ടു, പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട്. ഞാനിത് വേവിക്കാൻ വെച്ചപ്പോൾ മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഉപ്പും കൂടെ അതിൽ ചേർത്ത് അത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചു കേട്ടോ, ബാറ്റർ ഒന്ന് ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ അതിലേക്ക് കോളിഫ്ലവർ എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ആ ഭാഗമാണ് കേട്ടോ നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇത്രയും ചെയ്ത് ഞാനതൊന്ന് എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് കോരി എടുത്തതാണ്. അപ്പോൾ കൊച്ചു വന്നപ്പോഴത്തേനും അവന് ഭയങ്കര സന്തോഷമായിട്ടോ ഞാനിത് ഉണ്ടാക്കി കൊടുത്തപ്പോഴേ. അവൻ പറഞ്ഞിട്ട് പോയി, പിന്നെ പുള്ളി പറഞ്ഞത് ആ രീതിയിൽ തന്നെ ചെയ്തു വെക്കുവാണെങ്കിൽ എല്ലാ കുട്ടികളും അങ്ങനെയാണല്ലോ, അവരതും പ്രതീക്ഷിച്ചുകൊണ്ടാണല്ലോ ക്ലാസ്സിലിരിക്കുന്നത്, ഇന്ന് അമ്മ എന്നാ ഉണ്ടാക്കി വെക്കുന്നതെന്ന്. അപ്പോൾ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. ഞാൻ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ നമുക്ക് തരുമ്പോൾ ഇങ്ങനെയൊന്ന് ഡെക്കറേറ്റ് ചെയ്തൊക്കെ തരത്തില്ലേ, ആ രീതിയിൽ ഞാനൊന്ന് ആക്കി നോക്കി. പക്ഷേ പൂർണ്ണമായിട്ടും സംഗതി പാളിപ്പോയിട്ടോ. എന്നാലും നമ്മൾ വിട്ടുകൊടുക്കത്തില്ല, നമ്മളെന്തായാലും ആ രീതിയിൽ ഒപ്പിച്ചെടുത്തു. വീണ്ടും എൻ്റെ മേളിൽ കുറച്ച് സോസും കൂടെ ഒഴിച്ചു കേട്ടോ. എന്നിട്ട് നമ്മളങ്ങ് ഡെക്കറേറ്റ് ചെയ്ത് കൊച്ചിന് കൊടുത്തു. ഇങ്ങനെയൊക്കെ കാണിച്ചൊന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.